ഹായ് ഹലോ സ്വാഗതം സൺ സൂര്യ കോമഡി ഇപ്പൊ ശരിയാക്കി തരാം. ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. ഇവിടെ കുട്ടികൾ നമ്മുടെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ട് അറിയാവുന്ന പ്രജ എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടനോട് NF വർഗീസ് സാർ പറയുന്നൊരു ഡയലോഗുണ്ട്. നമ്മുടെ ഡബിൾ ബാരൽ ഗൺ എന്നൊക്കെ ഉണ്ടല്ലോ, ആ ഡയലോഗ് എന്ന് പറയാൻ അറിയാത്ത മലയാളികളില്ല. അപ്പോൾ ഇതെങ്ങനെ പിള്ളേർ പ്രസന്റ് ചെയ്യുമെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല അടിപൊളി വൈബ്. നമ്മളിപ്പോൾ ഇപ്പം ശരിയാക്കി തരാം വന്നിരിക്കുന്നത് തൃശ്ശൂർ കോർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇത്രയൊക്കെ പവറേ ഉള്ളോ? തൃശ്ശൂരെന്ന് കേൾക്കുമ്പോഴേ നല്ല പവർ ഉണ്ടാവും. ആ വൈബ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ ഫാസ്റ്റിലേ പൊക്കണം, എന്നിട്ട് നമുക്ക് ആ ഒരു പവർ ഇങ്ങോട്ടോട്ട് ഇതിൽ ഞാൻ പൊക്കുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിള്ളേർ ചോണക്കുട്ടികളാണ്. അവർ തന്നെ എനിക്ക് ഒരാളെ പറഞ്ഞു തരും. ആര് വരും ആദ്യം ആര് വരും? ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു വലിച്ചെടുക്കും. എന്താ അങ്ങോട്ട് അവനെ തെള്ളി വിട്ട നീ വാ. കൈയടിച്ചോടും മോനെ. എന്താ പേര്? അഖിൽ. അഖിൽ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ BIM ഇന്റഗ്രേറ്റഡ് ക്വാണ്ടിറ്റി സർവേ. അഖിൽ എന്തിനാ പഠിക്കുന്നത്? ഞാൻ സിവിൽ. തുടങ്ങാം നമുക്ക്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു 3, 2, 1 സ്റ്റാർട്ട് തരും. തുടങ്ങിക്കോണം. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഈ കൈ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. ഇത് കണ്ടിട്ടുണ്ടോ നീ? ഈ കൈ കണ്ടിട്ടുണ്ടോ നീ? മറ്റേ തഴമ്പ് കണ്ടിട്ടുണ്ടോ നീ? കഴിഞ്ഞ 40-45 കൊല്ലക്കാലം കേരളത്തിൽ ആരാ ഭരിച്ചത്? ആരും ഭരിച്ചില്ല. അയ്യോ, നീ എന്താണ് പറയുന്നത്? കേരള കക്ഷിയ രാഷ്ട്രീയത്തിൽ കടമിറങ്ങിയതിന്റെ കടമിറങ്ങിയതിന്റെ തഴമ്പട ഈ പക്കച്ചന്റെ കയ്യില്. ഈ കൊന്നേന്റെ നീ കൊന്നേന്റെ 4 ഇരട്ടി കൊല്ലിച്ചിട്ടുണ്ടോ പക്കച്ചൻ? കൊന്നിട്ടുണ്ടടാ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് നീ ഒക്കടയിൽ ഇങ്ങനെ ചെയ്ത് നടക്കണ 1.5 ഡബിൾ പിസ്റ്റലല്ല, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയിൽ എണ്ണിട്ട് അതാണ് എനിക്ക് വേണ്ടത്. ആഴ്ചയില് എണ്ണിട്ട് പുളിത്തുറ അടിച്ച് ആണിടിച്ച് നിരത്തി വെച്ചിട്ടുണ്ടടാ. ഭരണകാലത്തെ ലാഹൽ ബംഗ്ലാവിന്റെ ഭിത്തിയില് ആണി അടിച്ച് നിരത്തി തൂക്കിയിട്ടുണ്ടടാ. 10-16 ഡബിൾ ബാരൽ ഗണ്ണ്. ശരി സാർ. എന്താ പേര്? എഡിസൺ. നല്ല പേര് അല്ലേ? എഡിസൺ എന്താ കണ്ടുപിടിച്ചേ? ഞാൻ ബൾബ്. എന്നെ ഇപ്പൊ തന്നെ മോളിലേക്ക് എടുത്താൽ മതിയായിരുന്നു. അയ്യോ, തുടങ്ങാം നമുക്ക്. ആക്ഷൻ തരും. മക്കത്തിനോട് എത്തണം. മക്കത്തിന് പുറക്കത്തില്ല. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഡയലോഗ് ഞാൻ പഠിച്ചിട്ടില്ല. അടിപൊളി. കുറച്ച് ലേറ്റായി. എന്താ വൈകിയത്? ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ പരിപാടി. ചെറിയൊരു സാധനം ഞാൻ പറയാം, അതുപോലെ പറയാമോ? പറയണം. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ 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 കൂടി കൂട്ടം കൂടി കൂട്ടം കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടം കൂടെ കൂട്ടം കൂടെ കൊട്ടാൻ കൊറാണ്. ഇത് ഇവർക്ക് എല്ലാവർക്കും ഉള്ള പണിയാണ്. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടാൻ കൂട്ടം കൂടി കൂട്ടം കൂട്ടാൻ കുട്ടി. നീ ഇങ്ങോട്ട് പോ, ചെല്ലി പോ. അനില എന്നല്ലേ പേര്? ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾ അടിക്കാൻ നോക്കിയതാ. നമുക്കേ ഇതിലേക്ക് പോവാം. ഏത് കോഴ്സാ പഠിക്കുന്നത്? ഞാൻ ഇന്റീരിയർ ഡിസൈൻ. ഐശ്വര്യ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുന്നു. തുടങ്ങാം. പഠിച്ചിട്ടില്ലയോ? എടോ, ഇതെന്തത് ഷോയാണ്? അതിപ്പോ ഇത്ര നേരം എന്താ പഠിച്ചത്? അത് വായിക്കാൻ പറ്റുന്നില്ല. എന്താ വായിക്കാൻ പറ്റാത്തത്? തമിഴാ? നാഗവള്ളിയുടെ സ്റ്റൈലിൽ ഇപ്പൊ ഇവിടെ ചെയ്യും. അത് ചെയ്തൂടെ? ആ ഒരു സ്റ്റൈലിൽ തമിഴ് ഡയലോഗ് തമിഴാവട്ടെ.
നീ കൈ കണ്ടിരിക്കാ இந்த തോക്ക് കണ്ടിരിക്കാന്ന് പറഞ്ഞ് ചെയ്തൂടെ? ഇപ്പള കണ്ടല്ല പാസിയ കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ ഇതെന്ത് പാശ കച്ചറ. ലാലേട്ടന്റെ അഭിമാനമല്ലേ ഇത്? ഞാൻ ചെയ്ത അപമാനാവും. ആ തിരിച്ചറിവ് നല്ലതാണ്, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം തന്നെ പഠിച്ചിട്ട് വരുമോ? ട്രൈ ചെയ്യാം. ഇത്രയും സമയം കൊടുത്തിട്ട് പഠിച്ചില്ല. ട്രൈ മതി. ട്രൈ പോവാം. ഇപ്പൊ പഠിച്ചിട്ട് try ചെയ്യാം. ഇത്രയും പഠിച്ചില്ലേ? കുറെ നേരിട്ട് ഇവർ എല്ലാവരും അത് അതുപോലെ പഠിച്ചു. വായിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഉത്തരവുണ്ട പിന്നെ ഞാൻ പോലീസ് പരിപാടി വല്ല രാഷ്ട്രീയ സേവനത്തിനും പൊക്കൂടെ? ഇതും ഒരു രാഷ്ട്രീയ സേവനമല്ലേ? എന്തരോ എന്തോ. അപ്പൊ കുഴപ്പമില്ല, വേറെ ആളെ തന്നിട്ട് വെക്കും. ആരെങ്കിലും താ. അമ്മൂനുണ്ടോ? പാത്തു നിന്റെ ഐറ്റമാണ്. അയ്യോ മാന്യ സരസനാമനെ അയ്യോ. എന്താ അമ്മു കൂട്ടുകാരി ഇങ്ങോട്ട് പിടിച്ചു വിട്ടത്? ഞാനോ? ഞാനവിടെ ഫ്രണ്ടിലിരുന്നു, അവിടെ ബാക്കിലിരുന്ന്. അത് കാരണം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞ. നമുക്ക് ഇത് പോവാം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? ഈ കൈയിലെ തഴമ്പ് കണ്ടോ നീ? എനിക്കിപ്പോ അങ്ങനെ വരണുള്ളൂ. 40-45 കൊല്ലം വയസ്സല്ല ഞാൻ ചോദിച്ചത്, ഡയലോഗ് പറയാം ഇങ്ങോട്ട്. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഇതൊന്നും നോക്കിയില്ലെന്നു വന്നേ. ഞാനും പഠിച്ചിട്ട് വന്നാൽ മതി. പഠിച്ചിട്ട് പിന്നെ വരെ സപ്ലി ഒന്നും വല്ലത്. നിന്നെ ആരാടേ പട്ടാളത്തിലെടുത്തത്? അത് അവര് തന്നെ അടവച്ച് വിരിയിക്കുകയായിരുന്നു. എന്റെ ഡാഡി ഞാൻ ഈ ഓർമ്മ പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ. നീ നേരത്തെ പറഞ്ഞ സാധനം കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂടം കൂട്ടം കൂടാൻ കൂടം കൂടം കളം. നല്ല ഫോമിലാണല്ലോ. എന്നാ ഫോമിലല്ലാത്ത കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടം കൂട്ടാനല്ല, കൂട്ടാൻ 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 കൂട്ടം കൂടി ഉറങ്ങാൻ കൂട്ടാൻ. പോവാങ്ങോട്ട് ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് എനിക്ക് ആന്തരിക മതി. ആനം കപ്പലേറരുത്. ഇല്ലാരേടാ ആ കയ്യടിയിലുണ്ട് നിന്റെ പവർ. എന്താ പേര്? ഹരിഗോവിന്ദ്. ഹരിഗോവിന്ദ്. എവിടെ നിന്ന് വരുന്നു? പെരിഞ്ചേരി. പെരിഞ്ചേരി. ഏത് കോഴ്സ് പഠിക്കുന്നു? സിവിൽ പഠിച്ചു, ഇപ്പൊ ബിമ്മ് ഇന്റഗ്രേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. തുടങ്ങാം, പോവാം. കോൺഫിഡൻസ് തുടങ്ങാം. അത്ര അറിയണ്ട, നമുക്ക് അറിയാവുന്ന അത്രയും മതി. ബാക്കി നമ്മൾ സെറ്റ് ആക്കി തരും. ഞാനല്ലേ കൂടെ നിൽക്കുന്നത്. ഓക്കെ. ഈശ്വര, ഈ വെളിവില്ലാത്തവനായിരുന്നോ? അതാ വന്നു നിന്റെ മാതിരി വേർപ്പിന്റെ ആൾ. പൂർത്തിയായി. 3, 2, 1 ആക്ഷൻ. കണ്ടോനി കൈ കണ്ടോയി, ടൈമ്പ് കണ്ടോയി. 10-45 കൊല്ലം കേരളം കക്ഷി രാഷ്ട്ര കക്ഷി രാഷ്ട്രീയമന്യേ പറഞ്ഞേ. കക്ഷി രാഷ്ട്രീയ അന്യൻ. കക്ഷി രാഷ്ട്രീയമന്യേ. അന്യനാ? അന്യനല്ല, റെമോ. അതിൽ ഞാനേ വർക്കിനെ റെമോ. It's a very, very serious mental disorder for me. 45 വർഷം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കടമേറിയ കടകംപള്ളി രാധാകൃഷ്ണൻ. തഴമ്പേറിയ പഴമ്പേറിയോ? എവിടെ? തഴമ്പായ പക്കച്ചൻ. തഴമ്പായ വക്കച്ചന്റെ കൈയാണിത്. അത് മതി. ഖത്തം. ഓക്കെ, ബൈ ബൈ. ആയിക്കോട്ടെ. മുത്തേ, എന്താ പേര്? വിഷ്ണു. വിഷ്ണു എന്ത് കോഴ്സ് പഠിക്കുന്നു? പവർ വരട്ടെ. ഇന്റഗ്രേറ്റിംഗ് ആൻഡ് അത് തന്നെ പഠിക്കുന്നു. കമോൺ, തുടങ്ങാം. ഡയലോഗ് പോവാം. അതാ ഇല്ലെന്നുണ്ട് ഞാൻ വേറെ എന്തൊക്കെ പറയിപ്പിക്കും. കൂട്ടാൻ പറ്റും, അതുകൊണ്ടാണ്. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? എന്റെ കൈ ഇതാ. അതിന് പോയിട്ടു. ഇത് കലക്കും. എന്റെ കൈ കൂടെ കൈയെടുത്ത് കച്ചത്ത് വെച്ചോണ്ട് കഥ പറയുമ്പോ ഞാനെന്ത് ചെയ്യും? അങ്ങോട്ട് വന്നതാ. എന്നെ കൊണ്ട് പോയ ഞാനല്ല വക്കച്ചൻ. ഇത് കണ്ടോ നീ? അത് മതി, കുഴപ്പമില്ല. മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി. എന്തെങ്കിലും മതിയല്ലോ. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? ഈ കൈയിലെ തയമ്പ് കണ്ടോ നീ? 40-40 കൊല്ലം ഞാൻ കേരള രാഷ്ട്രീയത്തിന്റെ കക്ഷി. അനന്തത്തെ സംഭവല്ലേ കേരളത്തിന്റെ കക്ഷി? ഏതൊക്കെ കക്ഷികളുണ്ട് ഇപ്പൊ കേരളത്തിൽ? ഒന്ന് കേറി വന്നത് അപ്പോഴത്തേക്കും കിടന്ന് കടകറിയതിന്റെ തയമ്പാടാ ഈ കയ്യില്. ഇത് കണ്ടോ നീ? നീ കൊന്നതിന്റെ 4 ഇരട്ടി കൊന്നിട്ടുണ്ട്. നീ കൊന്നതിന്റെ 4 ഇരട്ടി ഞാൻ കൊന്നതുണ്ട്. വലിയ കാര്യമായിപ്പോയി. അഭിമാനത്തോടെ പറയാൻ പറ്റിയ കാര്യമാണ്.
എങ്കിൽ പോട്ടെ പോട്ടെ, കുറെ നേരമായി. ഞാൻ പറയുന്നിട്ട് പറയോ? ഓക്കെ, വാ ഞാൻ പറയാം. വടുതല വളവരോ മാറ്റത്തിൽ 10-25 കൊല്ലം അത് പറ്റണം. അവിടെ നിന്ന് പഠിക്കുമായിരുന്നു അപ്പൊ കൂട്ടാൻ പോയത്. ഇനി എന്ത് ചെയ്യും? സാരമില്ല, നീ പോയി സോറി ഒളതയല്ല, വടുതല വളവിലോ ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിലോ ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. 5 തവണ വളവിലോ വടുതല വളവിലോ ഒളതയല്ല 10-25 ഒതളങ്ങ. നമ്മുടെ പയ്യൻ കലക്കാണല്ലോ ചാലക്ക. ചാലക്കന്റെ കയ്യിലൊന്നും ഏത് കരിക്കട്ടയും കൽക്കണ്ടോന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്താ പേര്? ഗോപിക. ഗോപിക. ഏത് കോഴ്സ് പഠിക്കുന്നു? ഇന്റീരിയർ ഡിസൈൻ. എവിടുന്ന് വരുന്നു? നടത്തറ, തൃശ്ശൂർ. തൃശ്ശൂർ. അപ്പൊ പോവാം, തുടങ്ങാം. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? ഈ കയ്യിലെ തഴമ്പ് കണ്ടോ നീ? കഴിഞ്ഞ 10-45 കൊല്ലത്തോളം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഇടയിൽ കിടന്ന് തഴമ്പിച്ച കൈയാണത്. നീ ഇത് കണ്ടോ? നീ കൊന്നതിനേക്കാൾ 10-4 ഇരട്ടി കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്. നീ കണ്ണ് കണ്ടിട്ടുണ്ട്, കണ്ണ്. എല്ലാം കൂടെ ടെൻഷൻ അടുപ്പിച്ച് ഇതങ്ങ് പൊട്ടിക്ക് കൊല്ലേ വരും. ബാക്കി എനിക്കറിയില്ല. അത് പഠിച്ചാലേ ഇത്രയും പറ്റുമ്പോ അത് ഉറപ്പായിട്ടും പറ്റും. അത് മാത്രമല്ല അവിടെ സപ്പോർട്ട് ഉണ്ടല്ലോ ബാക്കി ചെയ്ത്. അവനെ ഒന്ന് നോക്കിക്കോണേ. ഇനി എന്തോന്ന് നോക്കാൻ എല്ലാം പോയില്ലേ? നല്ല ഡബിൾ പാരൽ കണ്ണ്, ആഴ്ചയിൽ എണ്ണയിട്ട് തീരുമാനം. ഇതെന്തോ ഇത്? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. മതി ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. അങ്ങ് ബംഗ്ലാവില് ആണിയടിച്ച്. ഏത് ബംഗ്ലാവ്? ഏതൊരു ബംഗ്ലാവ്? ഏത് സ്ഥലത്ത് ഏത് ബംഗ്ലാവ്? ഭരണിയാ? ഇന്ന് ഭരണിയിലിട്ട് വെക്കാം ഉപ്പുമാങ്ങയോ? ഭരണങ്ങാടി. മുറ്റത്തൊരു മൈന. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ലാഹേൽ. ലാഹേൽ ബംഗ്ലാവിൽ ആണിയടിച്ച് തൂക്കിയിട്ട് 10-16 ബുള്ളറ്റ്. യമഹ ഡബിൾ ബാരറ്റ് ഗണ്ണ്. നീ ശ്വാസം എടുത്തോ. എങ്ങനെയുണ്ട്? ഹായ് കൂട്ടുകാരി, എന്താ പേര്? അമീഷ. ഇപ്പൊ ഇവിടെ ചെയ്ത് തകർക്കും. ആർക്കാണ് കൂടുതൽ സാമർഥ്യമെന്ന് മാറ്റുരച്ച് നോക്കാനുള്ള സന്ദർഭമാണിത്. കണ്ണം മാഷേ, ആ കോൺഫിഡൻസ് കണ്ടപ്പോ ഞാൻ ജിപ്പ് ഇത് സെറ്റ് ആക്കുമെന്നാണല്ലോ. എവിടുന്ന് വരുന്നു? ഇത് ചെയ്യാം, സെറ്റ് അല്ലേ? ഓക്കെ, 3, 2, 1 ആക്ഷൻ. അയ്യോ, അത് പറയാനാണ് ഇത്ര നേരം പഠിച്ചത്. ഊതല്ലേ ചൂടാറും. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? ഈ വെറ്റയിലെ തഴമ്പ് കണ്ടോ നീ? 40-45 കൊല്ലത്തോളം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്നി കഴിവേറിയതിന്റെ. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുലിവാലുണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട? കിടന്ന് കടവിറങ്ങിയതിന്റെ തഴമ്പകളാണ് ഈ വർക്കിച്ചന്റെ കയ്യില്. ഇല്ല, സിനിമയില് ലാലേട്ടനാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന മമ്മൂക്കയാണ്. നീ ഇത് കണ്ടോ? നീ കൊന്നതിനേക്കാൾ 14 കിട്ടിയോ? ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. 4 ഇരട്ടി ഞാൻ കൊല്ലിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. നീ കണ്ണ് കണ്ടിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും പറയും. വേറെ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വേറെ പറയാം. അല്ലെങ്കിൽ ഇനി പാട്ട് പാടാം, അങ്ങ് വിട്ടേക്കാം. ഒരു പാട്ട് ഒന്ന് ട്രൈ ചെയ്ത് അങ്ങ് വിട്ടേക്കാം. ട്രൈ ചെയ്യാം. പാട്ട് ഓക്കെ. കാറ്റാടി തണലും തണലത്തൊരു മതിലും, മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, കാറ്റുള്ളൊരു പെണ്ണും പ്രണയക്കുളി കണ്ണും, അതിലില്ല മനസ്സുകളുടെ. കാലും പഴം കൈകളിലേന്തി. അതായിരുന്നു നല്ലത്. പിന്നെ റിപ്പീറ്റ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്റെ പുഷ്പാങ്കത, നിന്റെ അധോഗതി, നീ വഴിയാധാരം തന്നെ. ഇപ്പൊ ടങ് ടിസ്റ്റർ ചോദിച്ചില്ല, അത് കൊടുക്കാം. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിലെ മുതിര തിന്നാ മുതിരരുത് കുതിര. എല്ലാം ചോദിച്ചു. ഇപ്പൊ എന്നെ കൂടെ ഇപ്പൊ ടങ് ടിസ്റ്റർ ഇപ്പത്തെ അങ്ങ് സെറ്റ് ആക്കുമെന്ന് പറഞ്ഞതാ. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കരുത്. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അടിപൊളി. കമോൺ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. യെസ് 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 യെസ്, കമോൺ. അരുതരുത് കുതിരെ,
മുതിരരുത് കുതിര അതിരില്ല മുതിര തിന്നെ മുതിരരുത് കുതിര യെസ് കം ഓൺ ആ അരുതരുത് കുതിര മുതിരരുത് കുതിര അതിരില്ല മുതിര തിന്നെ മുതിരരുത് കുതിര യെസ് വൺസ് മോർ ഒന്നുകൂടെ അരുതരുത് കുതിര മുതിരരുത് കുതിര അതിരില്ല മുതിര തിന്നാൻ മുതിരരുത് കുതിര യെസ് പകരം ആളായിട്ടുണ്ട് അടിപൊളി പറക്കം പറ്റിയപ്പോ അനിയത്തി പ്രാവ് പറഞ്ഞു പോയി. എവിടുന്ന് വരുന്നോ വടക്കാരി വടക്കാഞ്ചേരി ആദർശ് പാവമാണെന്നാ പറയുന്നത് പാവമാണോ അപ്പൊ നമുക്ക് ഡയലോഗ് ഡയറക്റ്റ് പോവാം 3, 2, 1 ആക്ഷൻ ഇത് കണ്ടോ നീ കയ്യിലെ തഴമ്പ് കണ്ടോ നീ 40-45 കൊല്ലം കക്ഷി രാഷ്ട്രീയത്തിൽ കടവറങ്ങിയ കൈകളാണിത്. നീ കൊന്നതിന്റെ 4 ഇരട്ടി ഞാൻ കൊല്ലിച്ചിട്ടുണ്ട്, കൊന്നിട്ടുമുണ്ട്. പിന്നെ നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ? നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയിൽ എണ്ണയിട്ട് ഒക്കണയിൽ തൂക്കിയിട്ടിരിക്കുന്ന 1.5 ചാലിന്റെ 1.5 ചാണിന്റെ പിസ്റ്റലല്ല, നല്ല ഡബിൾ ബാരൽ ഗണ്ണ് മറ്റേ ബംഗ്ലാവില് തൂക്കിയിട്ടുണ്ട്. മറ്റേ ബംഗ്ലാവിൽ തൂക്കുന്നിടത്ത് എത്തണ്ട, അവിടെ അങ്ങോട്ട് പോകണ്ട. ക്ലൈമാക്സ് സമയമുണ്ട് ഇനി. എന്റെ ഇടയ്ക്ക് കൊണ്ട് കുറച്ച് കഥകള് നിങ്ങളതും പറഞ്ഞോണ്ടിരുന്നു. ആഴ്ചയിൽ എണ്ണയിട്ട് എന്ത് ചെയ്യും? പരത്തുന്നത് പൊറോട്ടയോ? ഫുൾ ത്രൂ എണ്ണയിട്ട് പൊളിത്രു ബംഗ്ലാവിൽ പിന്നെ പോവാം. ഇപ്പഴത്തെ ബംഗ്ലാവിൽ പോന്നേ ലാഹേൽ ബംഗ്ലാവ്. അതിനു മുമ്പ് സ്ഥലം ഏതാ? ഏത് സ്ഥലത്തെയാ? ഭരണങ്കാവ്. ഭരണിക്കാവ് അല്ല, കരുതാപ്പള്ളി. ഭരണങ്ങാനം. ഭരണങ്ങാനത്തെ ലാഹേൽ ബംഗ്ലാവിൽ ആണിയടിച്ച് തൂക്കിയിട്ടുണ്ട് 10-45 എണ്ണം. ഡസൻ കൂട്ടി 45ആണോ 75ആണോ? 10-16 ഡബിൾ ബാരൽ ഗൺ. പ്രതിവട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. നിങ്ങളെ ഓനെ എങ്ങനെ സഹിക്കുന്നപ്പാ? എന്താ പേര്? ഫവാസ. എവിടുന്ന് വരുന്നു? ഞാൻ വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിന്ന് വരുന്നു. തുടങ്ങാം നമുക്ക്. പോവാ. 1 മിനിറ്റിന് എന്തിനാ എത്ര നേരം പഠിച്ചില്ലേ? എന്തോന്നാ ഈ ഹരിക്കുമ്പോഴും കുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും കുണിച്ചും നോക്കും നല്ലല്ലേ? 3, 2, 1 ആക്ഷൻ. ഇത് കണ്ടോ നീ? ഈ കയ്യിലെ തഴമ്പ് കണ്ടോ നീ? കഴിഞ്ഞ 10-45 കൊല്ലം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയം കളിച്ച് കടന്നു വന്ന കയ്യാടാ ഇത്. എന്നിട്ട് രണ്ടാമത് പരീക്ഷ എഴുത്. ഇത് കണ്ടോ നീ? നീ കൊന്നതിനേക്കാൾ 4 കൂടുതലും 4 ഇരട്ടി കൂടുതൽ കൊന്നിട്ടുണ്ടാ, കൊല്ലിച്ചിട്ടുണ്ട് വക്കച്ചൻ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് നീ ഇങ്ങനെ ഒക്കണേല് ചെടി നടക്കണ 1.5 ചാണിന്റെ പിസ്റ്റലല്ല, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? ആഴ്ചയിൽ എണ്ണയിട്ട് പുളിത്ര അടിപ്പിച്ച് ഭരണം റാഹേൽ ബംഗ്ലാവിന്റെ ഭരണങ്ങാനത്തെ റാഹേൽ ബംഗ്ലാവിന്റെ ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ടാ 10-16 എണ്ണം വക്കച്ചൻ, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. എന്താ പേര്? സുവീണ. സുവീണ എവിടുന്ന് വരുന്നു? പുതുക്കാട്. ഡയലോഗ് പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. പാട്ട് പാടല്ലേ? പാട് ചെറുതായിട്ട് ഒരു ഉണ്ട്. പാട് കൈ അടിച്ചാ പാട്. ഉറപ്പായിട്ട് പാടും. എനിക്ക് മനസ്സിലായി. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. ഇതുപോലെ റിസ്ക് എടുക്കണം. എന്റെ പാടാ അത്രയും മതി, ഒരു പ്രശ്നമില്ല. 3, 2, 1 ആക്ഷൻ. ഇത് കണ്ടോ നീ? ഈ കയ്യിലെ പറഞ്ഞു. ഇത് കണ്ടോ? ഈ കയ്യിലെ തഴമ്പ് കണ്ടോ നീ? 10-40 വർഷം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്ന് കടവിറങ്ങിയതിന്റെ തഴമ്പാടാ ഈ വക്കച്ചന്റെ കയ്യില്. നീ കൊന്നതിന്റെ 4 ഇരട്ടി കൊല്ലിച്ചിട്ടുണ്ടടാ ഈ വക്കച്ചൻ, കൊന്നിട്ടുമുണ്ടടാ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഇവിടെ നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? നിന്റെ ഒക്കടയില് ചാടിയിരിക്കണ ഞങ്ങളെല്ലാം ഒതേനന്റെ നാട്ടുകാരാ. ഒതേനെ ഞാൻ ഒന്നിച്ച് പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം.
നിന്റെയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലാതെ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. ഒക്കടയിൽ ചേടി നടക്ക 1.5 ചാനിന്റെ പിസ്റ്റൺ അല്ല, ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയിൽ എണ്ണയിട്ട് പുൾത്രൂ അടിപ്പിച്ച് അങ്ങ് ഭരണങ്ങാനത്തെ രാഹേൽ ബംഗ്ലാവിന്റെ ഭിത്തിയിൽ ആണി അടിച്ചു വെച്ചിട്ടുണ്ടടാ ഈ വക്കച്ചൻ. 10-16 എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ്. മനസ്സിലായില്ലേ? ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. എന്താ പേര്? ശ്രീരാഗ്. ശ്രീരാഗ്. എവിടുന്ന് വരുന്നു? ഞാൻ പെരിഞ്ഞനം. പെരിഞ്ഞനം. നീ സെറ്റാക്കും. ഓക്കെ, പോവാ. 3, 2, 1 ആക്ഷൻ. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? ഇയാക്കെന്താ ഭ്രാന്ത? മുതലാളിയുടെ ഭ്രാന്ത് മുളയിലെ നുള്ളണം. ഈ കൈയിലെ തഴമ്പ് കണ്ടിട്ടോ നീ? ഇടയ്ക്കിടയ്ക്ക് അമരത്തിൽ അശോകൻ ചേട്ടൻ വരുന്നുണ്ട്. കഴിഞ്ഞ 10-45 കൊല്ലം കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ കടവിറങ്ങിയ തഴമ്പാടത്. നീ കൊന്നതിനേക്കാൾ 4 ഇരട്ടി ഞാൻ കൊല്ലിപ്പിച്ചിട്ടുണ്ടാ, കൊന്നിട്ടുണ്ടാ ഈ വക്കച്ചൻ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടടാ? നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. അരയില് ഞാൻ ഒക്കടയില്. കുഴപ്പമില്ല, ഇത് മലയാളമല്ല, സംസ്കൃതം. എന്താ കളി പറയാ? ആളെ പൊട്ടറാക്കുക അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? 1.5 ചാണ്ടി പിസ്റ്റലല്ല അത്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയില് അതെന്താ ചെയ്യുന്നത്? ആഴ്ചയില് ഓയിലോ? എണ്ണ എന്നിട്ട് പുൾത്രൂ അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. എന്താ സത്യം പറ, നിങ്ങൾ എന്റെ ജാതകം കയറാൻ കൊണ്ടുപോകുന്നതാണ്. ഭരണം ഗാനം. അതേത് ഗാനം? ആര് പാടിയത്? ഭരണഗാനം. ഭരണഗാനം ലാഹേൽ ബംഗ്ലാവിൽ തീലാണി അടിച്ചു വെച്ചിട്ടുണ്ട് 10-16 എണ്ണം. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. മാത്തച്ചാ വേണ്ട, ഗൺ കൊടുക്കട്ടെ. ഗൺ കൊടുത്തോ, പക്ഷേ ഈ കഥ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്കിനി ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. അതിനകത്ത് ഒരാളെ സെലക്ട് ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. ഫവാസ്, കം ഓൺ. സ്യൂത്തി പെർഫ്യൂംസ് വരുന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മുടെ സുഗന്ധം ഒരു സിഗ്നേച്ചർ ആയിട്ട് നിറയട്ടെ. ഓക്കെ, അതുപോലെ തന്നെ സൂര്യ കോമഡി വരുന്നൊരു അതിമനോഹരമായ ഗിഫ്റ്റ്. അടുത്തായിട്ട് നമുക്ക് വിളിക്കാം സുവീന. സുവീന അല്ലേ? കം ഓൺ, വരൂ. പെർഫ്യൂം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റുമായിട്ട് റയൻ ആദം പെർഫ്യൂംസ് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യ കോമഡിയുടെ ഒരു ഗിഫ്റ്റ്. അടുത്തായിട്ട് നമുക്ക് വിളിക്കാം ശ്രീരാഗ്. കം ഓൺ. മിർസ ഫ്രഷ് വരുന്ന ശുദ്ധമായ ടെൻഡർ കോക്കനട്ട് വാട്ടറാണ്. ഒരു തരത്തിലുള്ള മായങ്ങളും കലർത്തിയിട്ടില്ല. ആഡർ ഷുഗർ ഒന്നുമില്ല. സ്വീകരിച്ചാലും. ഇനി നമുക്ക് ഒരാൾക്കൂടെ, അതായത് വളരെ ധൈര്യത്തോടെ ഫസ്റ്റ് ലെവൽ അഖിൽ, കമാൺ വരൂ. നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഹാപ്പി? കൈവേദന. കോർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അതിമനോഹരമായ ഒരു എപ്പിസോഡിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോയത്. അപ്പോൾ കുട്ടികളൊക്കെ ഒരു രക്ഷയില്ല, കട്ടക്കി നിന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന